ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ചേട്ടനില്ല, ചേട്ടൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. അപ്പോൾ നമ്മൾ മാമിയുടെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ കസിൻസും എല്ലാവരും ഉണ്ട്. കസിൻസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കസിൻസാണ്. അപ്പോൾ ഞാനും അപ്പം കൂടി അങ്ങോട്ട് പോകാൻ പോവാം. വൈകിട്ട് അവിടെ അമ്പലത്തിലും കൂടി ഒന്ന് പോകണം. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടാമേ. ഇതാണേ മാമൻ്റെ വീട്. ഈ വീടിന് കുറേ വർഷത്തെ പഴക്കമുണ്ട്. ഞാൻ എൻ്റെ ഒരു 4ാം ക്ലാസ് മുതൽ എൻ്റെ ഒരു മാരേജിന് തൊട്ട് മുന്നേ വരെ ഞാൻ ഇവിടെ ആയിരുന്നു താമസം. എൻ്റെ ചേച്ചി ഇവിടെ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ മാമനും മാമിയും അമ്മമ്മയും അവരുടെ 2 മക്കളുമാണുള്ളത്. ഇവിടെ ഇഷ്ടംപോലെ ചെടികൾ വെച്ചിട്ടുണ്ട്. ഒരു ഇടയ്ക്ക് വെച്ച് ഫുള്ള് ഇതേപോലത്തെ റോസാ ചെടികളായിരുന്നേ. അന്നേരമൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു റോസാ പൂന്തോട്ടത്തിലോട്ട് പോണ ഒരു ഫീലായിരുന്നു. പിന്നെ കുറേ ചെമ്പരത്തി ചെടികളുണ്ട്. അങ്ങനെ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ വരുമ്പോൾ എന്തോ നമുക്ക് ഇഷ്ടപ്പെട്ട ഇടമെന്നൊക്കെ പറയത്തില്ല, അതുപോലൊരു സ്ഥലമാണ് ഇവിടെ. നമ്മൾ ഓണം എന്ത് വിശേഷം വന്നാലും ഇവിടാണ് എല്ലാവരും ഒത്തുകൂടുന്ന. എൻ്റെ അമ്മ വരും, കുഞ്ഞമ്മ വരും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടുന്നൊരു ഇടമെന്നൊക്കെ പറയത്തില്ല, അതിവിടെയാണ്. പിന്നെന്താ, ഈ ഒരു സാധനം ഞാൻ ഡിഗ്രിക്കോ +2 ടൂർ പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിപ്പോഴും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കസിൻസ് ഉണ്ടത്, അവരെ പരിചയപ്പെടുത്താമേ. ഇത് അച്ചു, ഇത് മാമൻ്റെ മോൻ അച്ചു. ഇയാൾക്കൊരു ചേച്ചിയുണ്ട് മാളവിക, മാളു. അവൾ ട്യൂഷന് പോയിരിക്കുന്നു. അപ്പോൾ ഇവരെയൊക്കെ അടിക്കുന്നു. പിന്നെ ഇത് വിച്ചു, ഇത് കുഞ്ഞമ്മയുടെ മോൻ വിച്ചുവിന് ഇതാണ് വിച്ചുവിൻ്റെ അനിയത്തി ലച്ചു. പിന്നെ ഇത് നമ്മുടെ സ്വന്തം അപ്പുക്കുട്ടൻ. അപ്പോൾ പിന്നെ എൻ്റെ ചേച്ചിയുടെ കൊച്ചും കൂടി ഉണ്ട്, അവർ വന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും പേരുമാണ്. ഇതാണ് നമ്മുടെ അമ്മാമ്മ. പക്ഷെ അപ്പുക്കുട്ടൻ്റെ കുഞ്ഞാപ്പൂൻ്റെ മുത്തശ്ശിയാണത്. പിന്നെ ഇന്നിവിടെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല ചോറ്, കപ്പ, മോരുകറി, ചിക്കൻ, മറ്റേത് ചിക്കൻ്റെ ലിവർ വരട്ടിയതാണ്. പിന്നെ ഇതാണ് മാളു, മാമിയുടെ മോള്. ഷീസ് മൈ ബെസ്റ്റ് പെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരി അത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുണ്ടായതുകൊണ്ട് ഇവിടെ എന്താ പറയുക കൊടുത്ത മൊമെൻ്റോ ആണേ. പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ നിന്ന് വിളക്കുണ്ടായിരുന്നു. അങ്ങനെ അത് കത്തിക്കുന്ന ദാണ്ട വിളക്കൊക്കെ കൊളുത്തുന്നു. നേരത്തെ കത്തിച്ചു വിളക്ക്, കാരണം നല്ല മഴയുടെ ലക്ഷണം ഉണ്ടായിരുന്നു. മഴയാകണം പെയ്താൽ പിന്നെ മുടങ്ങി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ വിളക്കൊക്കെ കത്തിച്ചു. കുറേ നേരം അവിടെ നിന്നു, പൂജയൊക്കെ കണ്ടു. എല്ലാവരും വന്നില്ല, കുഞ്ഞമ്മയും മക്കളും ഒക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മമ്മയും അപ്പുവും അച്ചുക്കുട്ടനും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെന്താ, വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എന്നെയും എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക.